2025 ജനുവരി 30-ന് ബഹിരാകാശ നടത്ത റെക്കോർഡ് സ്ഥാപിച്ച ബഹിരാകാശ യാത്രികയാരാണ്? സുനിത വില്യംസ്. 62 മണിക്കൂർ 6 മിനിറ്റ്. 2025 ജനുവരി 30-ന് ബഹിരാകാശ നടത്ത റെക്കോർഡ് സ്ഥാപിച്ച ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. മിഷന്റെ പ്രധാന വിവരങ്ങളാണ്: വിക്ഷേപണം നടന്നത് 2024 ജൂൺ 5-ന്. വിക്ഷേപണം നടന്നത് 2024 ജൂൺ 5-ന്. പേടകം ബോയിങ് സ്റ്റാർ ലൈനറാണ്. ആദ്യത്തെ പദ്ധതിയുടെ ദൈർഘ്യം 8 ദിവസമായിരുന്നു. യഥാർത്ഥ ദൈർഘ്യം 286 ദിവസം. തിരിച്ചെത്തിയത് 2025 മാർച്ച് 18-നാണ്. തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. തിരിച്ചെത്തിയത് 2025 മാർച്ച് 18-ന്. യഥാർത്ഥ ദൈർഘ്യം വരുന്നത് 286 ദിവസം. തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. ആദിത്യ L1 മിഷൻ. വിക്ഷേപണം നടന്നത് 2023 സെപ്റ്റംബർ 2-നാണ്. ആദിത്യ L1 മിഷന്റെ വിക്ഷേപണം നടന്നത് 2023 സെപ്റ്റംബർ 2-ന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. വിക്ഷേപണ വാഹനം PSLV C-57. ലക്ഷ്യസ്ഥാനം വരുന്നത് സൂര്യനും ഭൂമിയുമുള്ള ലാർഗ് റേഞ്ച് പോയിന്റ് 1 ആണ്. L1-ലാണ്. L1-ലെത്തിയത് 2024 ജനുവരി 6-നാണ്. ഈ മിഷൻ്റെ ഓർബിറ്റ് ഹാലോ ഓർബിറ്റാണ് വരുന്നത്. ആദിത്യ L1 മിഷൻ വിക്ഷേപണം നടന്നത് 2023 സെപ്റ്റംബർ 2-ന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. അടുത്തത് ചന്ദ്രയാൻ 3. വിക്ഷേപണം നടന്നത് 2023 ജൂലൈ 14-നാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണം നടന്നത് 2023 ജൂലൈ 14. വിക്ഷേപണ വാഹനം വരുന്നത് LVM-3M4 GSLV Mk3 ആണ്. ലാൻഡിംഗ് 2023 ഓഗസ്റ്റ് 23-നാണ്. ലാൻഡർ വിക്രം ലാൻഡറാണ്. റോവർ പ്രഗ്യാൻ ലോവർ. നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റാഡർ. വിക്ഷേപണം 2025 സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. വിക്ഷേപണ വാഹനം GSLV Mk. നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ ദൗത്യം നിസാർ. ഇന്ത്യയുടെ ആദ്യത്തെ ശുക്രദൗത്യത്തിൻ്റെ പേരെന്താണ്? ശുക്രയാൻ 1 വീനസ് ഓർബിറ്റർ മിഷൻ. 2028 മാർച്ച് 29-ന് ISRO വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ശുക്രനിലേക്കുള്ള ഇന്ത്യയുടെ ഗ്രഹാന്തര ദൗത്യമാണിത്. ശുക്രയാൻ 1. ISROയുടെ 11ാമത്തെ ചെയർമാനായി നിയമിതനായത് ആരാണ്? V നാരായണൻ. അദ്ദേഹം ബഹിരാകാശ വകുപ്പിൻ്റെ DOS സെക്രട്ടറി കൂടിയാണ്. ISROയുടെ 11ാമത്തെ ചെയർമാൻ V നാരായണൻ. 2024 ഫെബ്രുവരിയിൽ ISRO ഭൂമിയിൽ തിരികെ എത്തിച്ച വിദൂര സംവേദന ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. എക്സ്പോസാറ്റ് വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO. ഇന്ത്യയുടെ 1ാമത്തെയും ലോകത്തിലെ 2ാമത്തെയും പൊളാരിമീറ്റർ ദൗത്യം. ആകാശ സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ് കിരണങ്ങളുടെ ധ്രുവീകരണം പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് ISRO. ഏത് ദൗത്യത്തിനായാണ് ISRO ക്രയോജനിക് എഞ്ചിൻ പരീക്ഷിച്ചത്? LVM-3 M6 മിഷൻ. ISROയുടെ ഏറ്റവും ശക്തമായ 3 ഘട്ടങ്ങളിലുള്ള റോക്കറ്റായ LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വിവിധ ഭ്രമണപഥങ്ങളിലേക്ക് ഭാരമേറിയ പേലോഡുകൾ വഹിക്കാൻ കഴിവുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഗഗൻയാൻ. ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത 4 ബഹിരാകാശ യാത്രികർ: ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗദ് പ്രതാപ്, വിംഗ് കമാൻഡർ
ശുഭാൻഷു ശുക്ല. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഗഗൻയാൻ. ഗഗൻയാൻ ഇന്ത്യയെ USA, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം സ്വതന്ത്രമായി മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന 4ാമത്തെ രാജ്യമാക്കി മാറ്റും. ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ, ബാംഗ്ലൂർ. ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ISRO രൂപീകരിച്ച സ്ഥാപനം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റിൻ്റെ പേരെന്താണ്? വിക്രം എസ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ റൂട്ട് എക്സ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണിത്. മിഷൻ പ്രാരംഭ് എന്ന് പേരിട്ടിരിക്കുന്ന റോക്കറ്റിൻ്റെ ആദ്യ പറക്കൽ 2022 നവംബർ 18 നടന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റിൻ്റെ പേരാണ് വിക്രം എസ്. ബ്രസീൽ വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഭൗമ്യ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ആമസോണിയ 1. 2024 മാർച്ച് 22 കർണാടകയിലെ ചിത്രദുർഗ പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇറക്കിയ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. 2024 മാർച്ച് 22 കർണാടകയിലെ ചിത്രഗുപ്ത പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇതിറക്കി. 2024 ജോൺ എൽ ജാക്ക് സ്വീഗർട്ട് ജൂനിയർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മിഷൻ ടീമിന് 2024 ലഭിച്ച അവാർഡാണ് ജോൺ എൽ ജാക്ക് സ്വീഗർ ജൂനിയർ അവാർഡ്. മംഗൾയാൻ 2 ദൗത്യം വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? LV-M3, GSLV Mk3. ശക്തിസാറ്റ് ദൗത്യം ആരംഭിച്ച സംഘടന ഏതാണ്? സ്പേസ് കിഡ്സ് ഇന്ത്യ. 108 രാജ്യങ്ങളിൽ നിന്നുള്ള 14-18 വയസ്സ് പ്രായമുള്ള 12,000 പെൺകുട്ടികൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരീക്ഷണം നൽകുക. ശക്തിസാറ്റ് ദൗത്യം ആരംഭിച്ച സംഘടന സ്പേസ് കിഡ്സ് ഇന്ത്യ. ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് ഭാരത് അന്തരീക്ഷ് സ്റ്റേഷൻ. 2035 ആകുമ്പോഴേക്കും ഭാരത അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും 2040 ആകുമ്പോഴേക്കും ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ചന്ദ്രനിൽ ഇറക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു. ഇന്ത്യയുടെ നിർദ്ദിഷ്ട തദ്ദേശിക ബഹിരാകാശ നിലയ പദ്ധതികളിൽ ഏതൊക്കെ 2 സംഘടനകളാണ് സഹകരിക്കുന്നത്? ISRO, DBT, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. മേജർ അറ്റ്മോസ്ഫിയറിക് ചെറൻകോവ് എക്സ്പെരിമെൻറ്റ് ഒബ്സർവേറ്ററി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. ഇനാഗ്രേറ്റ് ചെയ്തത് ഒക്ടോബർ 4, 2024. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4300 മീറ്റർ 14,107 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഇമേജിംഗ് ചെറൻകോവ് ദൂരദർശിനിയാണ്. 2024 പൂർണ്ണമായും 3D പ്രിൻ്റഡ് എഞ്ചിനുള്ള ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യൻ ദൗത്യമേതാണ്? അഗ്നിബാൻ. വിക്ഷേപണ തീയതി 2024 മെയ് 30. അഗ്നികുൾ ലോഞ്ച് പാഡ് ALP-01 ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം അഗ്നിബാൻ സോർട്ട്. മദ്രാസ് IIT-യിൽ സ്ഥാപിതമായ ഇന്ത്യൻ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ചെടുത്ത ഒരു സബ് ഓർബിറ്റൽ പരീക്ഷണ പറക്കലാണ് അഗ്നിബാൻ സോർട്ടഡ്. ഇന്ത്യയിൽ ഒരു സ്വകാര്യ വിക്ഷേപണ പാഡിൽ നടന്ന ആദ്യ വിക്ഷേപണമാണിത്. സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടി ISRO നടത്തിയ ദൗത്യമേതാണ്? പ്രോബ 3. വിക്ഷേപണ തീയതി 2024 ഡിസംബർ 5. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. വിക്ഷേപണ വാഹനം PSLV XLC-59.
2024 നവംബർ 19 കേപ്പ് കാനവറിൽ നിന്ന് സ്പേസ് എക്സ് വിക്ഷേപിച്ച ISRO ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 20. ഫ്ലോറിഡയിലെ കേപ്പ് കാനവറിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനവും ദുരന്ത മുന്നറിയിപ്പും വർദ്ധിക്കുന്നതിനായി 2024 ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3DS. വിക്ഷേപണ തീയതി 2024 ഫെബ്രുവരി 17. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. വിക്ഷേപണ വാഹനം GSLV F-14. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണത്തിലൂടെ ISRO വിക്ഷേപിച്ച ഉപഗ്രഹം NVS-02 നാവിഗേഷൻ സാറ്റലൈറ്റ്. വിക്ഷേപണം 2025 ജനുവരി 29. വിക്ഷേപണ വാഹനം GSLV F-15. PSLVയുടെ 4ാം ഘട്ട നോസിലിൽ കൊളംബിയത്തിന് പകരം ISRO ഏത് ലോഹ സങ്കരമാണ് ഉപയോഗിച്ചത്? സ്റ്റെലൈറ്റ്. PSLVയുടെ 4ാം ഘട്ട നോസിയിൽ കൊളംബിയത്തിന് പകരം ISRO ഏത് ലോഹ സങ്കരമാണ് ഉപയോഗിച്ചത്? സ്റ്റെലൈറ്റ്. ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആക്സിയം മിഷൻ 4ൻ്റെ പൈലറ്റ് ചെയ്തത് ശുഭാൻശു ശുക്ലയാണ്. ISS സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകും. 2025 ജൂൺ 8 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് 2025 ജൂൺ 8 വിക്ഷേപിച്ചു. ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആക്സിയം മിഷൻ 4 പൈലറ്റ് ചെയ്യുന്നത് ശുഭാൻശു ശുക്ലയാണ്. ISS സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല.